ഹലോ ഗൈസ്, ജിത്തനാണ് യുവർ സ്പിരിച്വൽ വെഡി. കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിനകത്ത് ഞാനൊരു പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഹിന്ദു ട്രഡീഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഹിന്ദുയിസം പറയുന്ന പോലെ പെണ്ണുങ്ങൾ എന്തൊക്കെ ആഭരണങ്ങളാണ് ധരിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഞാനൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക് വേണ്ടി. ഒട്ടുമിക്ക എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞൊരു സ്റ്റോറിയാണ്. കാരണം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഗ്രൗണ്ടിങ്ങിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കിനകത്തുണ്ട്. ഞാനപ്പോൾ ഇത് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് താഴ്ത്തുനിന്ന് പറഞ്ഞു പോവാം, നമ്മുടെ ബോഡി പാർട്ടിന് താഴ്ത്തുനിന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഈ 90s ലാസ്റ്റും അതേപോലെ ഈ പറഞ്ഞ 20s സ്റ്റാർട്ടിങ് ടൈമിലും ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതായത് കാലിൽ സ്വർണത്തിന്റെ പാദസരം ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ മുന്നേ കാലിൽ എന്തായിരുന്നു ധരിച്ചുകൊണ്ടിരുന്നത്? വെള്ളിക്കൊലുസുകളല്ലേ ധരിച്ചുകൊണ്ടിരുന്നത്? പക്ഷേ സ്വർണം ഒരു ട്രെൻഡായി മാറി. ശരിക്കും സ്വർണമാണോ കാലിൽ ധരിക്കേണ്ട ഒരു ലോഹം, അല്ലെങ്കിൽ പാദസരമായിട്ട് ധരിക്കേണ്ട ലോഹം സ്വർണമാണോ? ഞാൻ പറയുക സ്വർണമല്ല എന്ന് പറയുള്ളൂ. രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം കുറച്ചും കൂടി ട്രഡീഷണലൊക്കെ വെച്ചിട്ട് പറയുന്നൊരു കാര്യമാണ്. ഈ സയന്റിഫിക്കും ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഈ ഹിന്ദുയിസത്തിൽ സ്വർണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ താഴത്തൊരു ബുക്ക് അറിയാണ്ട് ചവിട്ടിക്കഴിഞ്ഞാൽ, പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അറിയാണ്ട് ചവിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് തലയിൽ വെക്കും. എന്തുകൊണ്ട്? കാരണം അറിവ് എന്ന് പറയുന്നത് സരസ്വതിയാണ്. അതേപോലെ ഈ കാലിൽ നമ്മൾ ലക്ഷ്മി ദേവിനെ ഇട്ടടക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ നമ്മൾ സ്വർണം ഉപേക്ഷിക്കണം, കാലിലെ പാദസരങ്ങൾ സ്വർണം ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. രണ്ട്, സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണ്. സ്വർണം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹോട്ടർ ആയിട്ടുള്ളൊരു മെറ്റലാണ്. പക്ഷെ സിൽവർ ആ സമയത്ത് നേരെ തിരിച്ചാണ്. സിൽവർ എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂളറായിട്ടുള്ളൊരു മെറ്റലാണ്. നമ്മുടെ കാലിൽ ഒരിക്കലും ചൂടാവരുത്, എപ്പോഴും തണുത്തിരിക്കണം. കാരണം ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ബോഡി പാർട്ടിലൊന്നാണ് കാല്. അതുകൊണ്ടും ഈ പറയുന്ന പോലെ ഒരു കൂളിംഗ് എഫക്റ്റും തരേണ്ട ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ കാലിൽ ഈ പറയുന്ന പോലെ വെള്ളിയുടെ പാദസരം ധരിക്കാൻ പറയുന്നത്. കാരണം ഇത് ഗ്രൗണ്ടിങ്, ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഗ്രൗണ്ട് ചെയ്യണം. ഈ പറയുന്ന നമ്മുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള എനർജീസിനെ ഗ്രൗണ്ട് ചെയ്യാൻ സിൽവറിന് കഴിയും. സിൽവറിന് അങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് കാലിൽ വെള്ളി പാദസരങ്ങൾ ധരിക്കാൻ പറയുന്നത്. ഇനി മിഞ്ചി ധരിക്കുന്നവരായിരിക്കുള്ളൂ ഇപ്പോൾ മിഞ്ചിയും ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. മിഞ്ചിയും ഇതേപോലെ തന്നെ സ്വർണം ധരിക്കാണ്ടിരിക്കുക, വെള്ളി തന്നെ ധരിക്കാൻ നോക്കുക. കാരണം അരയ്ക്ക് താഴെ ഒരിക്കലും സ്വർണം ധരിക്കാണ്ടിരിക്കുക. കാരണം ഇത് ഞാൻ പറഞ്ഞു, സ്വർണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മൂണായിട്ടാണ്. അതേപോലെ ഗോൾഡ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന സൺ എനർജി ആയിട്ടാണ്, സൂര്യൻ ചൂട്. അതേപോലെ കോൾഡ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അരയ്ക്ക് താഴെ, അതായത് നേവലിന് താഴെ ഒരിക്കലും നമ്മൾ ഗോൾഡ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഈ പറയുന്ന പോലെ സിൽവേഴ്സ് യൂസ് ചെയ്യുക. കല്യാണം കഴിച്ചവരാണെങ്കിൽ സെക്കൻഡ് ടോയിനകത്താണ് മിഞ്ചി ധരിക്കേണ്ടത്. ഇനി കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ തേർഡ് ടോയിനകത്താണ് മിഞ്ചി ധരിക്കേണ്ടത്. എന്തുകൊണ്ട്? അതിന് ബയോളജിക്കലി അല്ലെങ്കിൽ ആയുർവേദപരമായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന പോലെ രണ്ടാമത്തെ ടോയിനാസ് ധരിക്കുമ്പോൾ നമ്മുടെ യൂട്രസ് ഈ പറയുന്ന അവിടെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ഈ മിഞ്ചി ധരിക്കുന്നൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. യൂട്രസിന് ഒരു ഇതാണ് ഒരു ആരോഗ്യം, യൂട്രസിന്റെ ആരോഗ്യം കൂട്ടും എന്നാണ് പറയുന്നത്. അതേപോലെ തേർഡ് ടോയിനകത്ത് വെക്കുമ്പോൾ നമ്മുടെ പീരീഡ്സ്, PCODs അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം, അവർക്ക് ആ പീരീഡ്സിനകത്തുള്ള പെയിൻസും കാര്യങ്ങളൊക്കെ കുറയും എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് കാലിലോട്ട് നമ്മൾ പോകുമ്പോൾ ഒരിക്കലും ഈ പറയുന്ന ഗോൾഡ് ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് നിങ്ങൾ സിൽവറിലോട്ട് പോവുക. കാരണം നമുക്കിത് ഗ്രൗണ്ടിങ്ങിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത പോർഷൻസ്, ഇത് ഒരു വലിയ ടോപ്പിക്കായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം ഞാൻ ഒരു 3 പാർട്ടായിട്ട് എടുക്കാം. ഈ ഒരു പാർട്ടിനകത്ത് ഇത്രയും എടുക്കാം. അടുത്തത് ഈ പറയുന്ന വേസ്റ്റ് ചെയിൻസും കാര്യങ്ങളൊക്കെ അടുത്തത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.